നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. പുരോഗമന കലാസാഹിത്യ സംഘം കട്ടപ്പന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം പ്രത്യക്ഷത്തിനുമപ്പുറം എന്ന വിഷയത്തിൽ കട്ടപ്പന EMS ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടന്നു. സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാവരും നവോത്ഥാനത്തെ കുറിച്ച് ധാരാളം സംസാരിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ആളുകൾ. നവോത്ഥാന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ഘട്ടങ്ങളിൽ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ നമ്മൾ അത് ഉൾക്കൊള്ളാത്ത ഒന്ന്, നവോത്ഥാനം എന്നുള്ളത് ഒരു ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ നടക്കുന്ന ഒരു പ്രക്രിയ ആണ് എന്നുള്ള ധാരണയാണ് നമുക്ക് പലരും. ഇപ്പോൾ ഇന്ന് ശില്പശാല കട്ടപ്പന ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 6 മണി വരെ നടക്കുന്നു എന്ന് പറയുന്ന പോലെ ഒരു നിയതമായ ഒരു ടൈം ഫ്രെയിമിൽ നടക്കുന്ന ഒന്നാണ് നവോത്ഥാനം എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അയ്യങ്കാളിയുടെയും പൊയ്കയിൽ അപ്പച്ചനൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു മഹാസംഭവമാണ് നവോത്ഥാനം എന്നാണ് പലപ്പോഴും നമ്മൾ കരുതുന്നതും നമ്മൾ ആവർത്തിച്ച് പരസ്യമായി പറയുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ മേഖലകളിലും കേരളം ഏറെ മുൻപന്തിയിലാണെന്ന് ജോഷി ഡോൺ ബോസ്കോ പറഞ്ഞു. രാജ്യത്തെയും കേരളത്തിലെയും സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്തു. ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ, പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ, കവി KR രാമചന്ദ്രൻ, എഴുത്തുകാരൻ കാഞ്ചിയാർ രാജൻ, സംസ്ഥാന കൗൺസിൽ അംഗം MC ബോബൻ, ഷേർലി മണലിൽ, അനിത രജി, R മുരളീധരൻ, TK വാസു, VS ദീപു, MA സുരേഷ്, തോമസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരൻ KA മണിയുടെ കഥാസമാഹാരമായ യക്ഷിയും നിലാവും ജോഷി ഡോൺ ബോസ്കോ പ്രകാശിപ്പിച്ചു. ദേശാഭിമാനി ജില്ലാ ബ്യൂറോ ചീഫും കവിയുമായ KT രാജീവ് ഏറ്റുവാങ്ങി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എന്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ, പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.